കേട്ടത്തിലൊക്കെ എങ്ങനെ ഉണ്ടോ നോക്കട്ടെ. പതുക്കെ എൻ്റെ ദൈവം, ഇത് ഓടും കുതിര ചാടും കുതിര പറക്കും കുതിര എന്ന് പറഞ്ഞാൽ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ അടുത്തിരിക്കുന്നത് ദ ഓൾ ന്യൂ അപ്പാച്ചെ RTR 160 ബ്ലാക്ക് എഡീഷനാണ്. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ അപ്പാച്ചെ RTR 162 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, RTR 200 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, RTR 310 വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ TVS കുറേ വണ്ടികൾക്ക് ഇപ്പോൾ ഈ ഒരു ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട്. സാധാരണ നമുക്ക് വണ്ടി ബ്ലാക്ക് ആക്കണമെന്നുണ്ടായിരുന്നെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റിക്കറൊക്കെ പൊളിച്ച് കളയണമായിരുന്നു. ഇപ്പോൾ TVS തന്നെ സ്റ്റിക്കറെല്ലാം പൊളിച്ച് കളഞ്ഞ് ഫുൾ ബ്ലാക്കിലായിട്ട് വണ്ടികളെല്ലാം കൊണ്ടുവരുന്നുണ്ട്. 2Vയുടെ ബ്ലാക്ക് എഡീഷനും ഉണ്ട്, ഇത് 4Vയുടെ ബ്ലാക്ക് എഡീഷനാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ എൻടോർക്കിൻ്റെ ബ്ലാക്ക് എഡീഷനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കിഡിലൻ കളറാണ് ബ്ലാക്ക്. അപ്പോൾ ഈ ഒരു ബ്ലാക്കിൽ ഈ വണ്ടി കാണാൻ തന്നെ ഒരു 7 അഴകുണ്ട്. അധികം സ്റ്റിക്കറോ ഗ്രാഫിക്സോ കാര്യങ്ങളോ ഒന്നുമില്ല, വളരെ മിനിമലായിട്ടുള്ള സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളൂ. മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് തന്നെ ഇതിൻ്റെ ഒരു കളർ സ്കീമാണ്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ തന്നെ കാണാം TVSൻ്റെ കുതിരേനെ വരെ, സൈഡിലുള്ള കുതിരേനെ വരെ ഡീക്രോം ചെയ്ത് ബ്ലാക്ക് ആക്കി വെച്ചിട്ടുണ്ട്. നേരത്തെ അതൊരു സിൽവർ കുതിരയായിരുന്നെങ്കിൽ ഇത്തവണ ഈ ബ്ലാക്ക് എഡീഷന് വന്നപ്പോൾ അതൊരു ബ്ലാക്ക് കുതിരയായി, ഒരു കരിങ്കുതിരയായി മാറിയിരിക്കുകയാണ്. സൈഡിലാണെങ്കിലും അപ്പാച്ചെ എന്നുള്ള ആ ഒരു സ്റ്റിക്കർ മാത്രമാണ് വൈറ്റ് കളറിൽ. പിന്നെ നമ്മുടെ എഞ്ചിനിലുള്ള TVSൻ്റെ ആ ഒരു ബാഡ്ജിങ്ങിന് ഒരു വൈറ്റ് കളർ, പിന്നെ ഒരു ഹൈപ്പർ എഡ്ജ് എന്നുള്ള ഒരു അണ്ടർബെല്ലിൽ ഒരു ചെറിയ സ്റ്റിക്കർ മാത്രമേ ഉള്ളൂ, അതൊക്കെ വേണമെങ്കിൽ പൊളിച്ച് കളയാന്നുള്ളൂ. പിന്നെ സൈഡിലാണെങ്കിൽ RTR 160 എന്നുള്ളത് ഒരു വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷനിൽ കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന സ്പെഷ്യൽ എഡീഷനിലാണെങ്കിൽ പോലും ഇവിടെ ഇങ്ങനെ ഒരു ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ വരുന്നു, അതൊന്നും ഇതിലില്ല. അപ്പാച്ചെ എന്നുള്ള എഴുത്തൊന്നും ഈ ടാങ്കിലൊന്നും കാണാനില്ല. ഫുള്ള് ബ്ലാക്ക് മയത്തിലാണ് ഈ ഒരു വണ്ടി വന്നിരിക്കുന്നത്. അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റും ഈ ഒരു വണ്ടിയുടെ സ്പെഷ്യാലിറ്റിയും. ബാക്കിയെല്ലാം നേരത്തെ ഉണ്ടായിരുന്ന അപ്പാച്ചെ RTR 160യുടെ സെയിം തന്നെ, 4Vയുടെ സെയിം തന്നെയാണ്. പ്രധാന മാറ്റം ഈ കളർ തന്നെയാണ്. ഫ്രണ്ടിലോട്ട് നോക്കുകയാണെങ്കിൽ മനോഹരമായിട്ടുള്ള ആ ഒരു LED ഹെഡ്ലൈറ്റ് നമുക്ക് കാണാൻ പറ്റും. നേരത്തെ 160യിൽ കണ്ട പോലത്തെ തന്നെ ഹെഡ്ലൈറ്റാണ്. ഇതിൻ്റെ ഒരു ലുക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ഇതിങ്ങനെ ഒരുമാതിരി കുത്താനൊക്കെ ഇരിക്കുന്ന പോലത്തെ ഒരു ഫീലാണ്. ഡ്യുവൽ ചേമ്പർ ആയിട്ടുള്ള ഒരു ഹെഡ്ലൈറ്റാണ്, ഡിമ്മും ബ്രൈറ്റും LED ആണ് ഫുള്ളി. നടുക്കായിട്ട് ആ DRL തെളിഞ്ഞ് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. അതിൻ്റെ നടുക്ക് TVSൻ്റെ കുതിരേനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ TVSൻ്റെ വണ്ടികളുടെ പല ഭാഗങ്ങളിലും എനിക്കൊരു ബാറ്റ്മാനിൻ്റെ ആ ഒരു ലോഗോയൊക്കെ ഉണ്ടല്ലോ, ആ ഒരു വവ്വാലിനെയൊക്കെയാണ് എനിക്ക് പല ഭാഗങ്ങളും എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ഡിസൈനൊക്കെ കാണുമ്പം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പല വണ്ടികളിലും. പ്രത്യേകിച്ച് ഇതിൻ്റെ ആ ഒരു ഗ്രാബ് റെയിൽ, അത് ഞാൻ കാണിക്കാം, അതിൻ്റെ ഡിസൈനൊക്കെ കാണുമ്പോഴും എനിക്ക് ആ വവ്വാലിനെയൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഹാലജനായിട്ടുള്ള ഇൻഡിക്കേറ്ററും കാര്യങ്ങളാണ്, അത് LED ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ RTR സീരീസിൻ്റെ തനത് ആ ഒരു ക്രോം ഫിനിഷിംഗ് ഉള്ള ബ്രേക്ക് ലിവറും ക്ലച്ച് ലിവറുമാണ് കൊടുത്തിരിക്കുന്നത്. RTR സീരീസിലെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ ഒരു ക്രോം ഫിനിഷുള്ള ഈ ലിവറുകൾ. ഇത് അഡ്ജസ്റ്റബിൾ ഒന്നുമല്ല, നോർമലാണ്. പിന്നെ ടെലസ്കോപ്പിക് സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലാണെങ്കിൽ ഇവിടെ സൂപ്പർ മോട്ടോ ABS എന്ന് എഴുതിയിട്ടുണ്ട്. പെറ്റൽ ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത്. സിംഗിൾ ചാനൽ ABS ആണ്. 270 mm ഡിസ്ക്കാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ 90-17 ട്യൂബ്ലെസ് സ്റ്റെയർസ് ആണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത്. ട്യൂബ്ലെസ് സ്റ്റെയർസ് അല്ല, ട്യൂബ്ലെസ് സ്റ്റെയർ. അതിൽ ചെറുതായിട്ട് TVS റേസിംഗ് എന്നുള്ള ഒരു ചെറിയൊരു സ്റ്റിക്കറും കാര്യങ്ങളും ഒരു റെഡ് കളറിലൊരു സംഭവം കൊടുത്തിട്ടുണ്ട്, ആ ഒരു സ്പോർട്ടിനെസ് കാണിക്കാൻ വേണ്ടി. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇവിടെ ആയിട്ട് ഒരു ചെറിയ ഒരു അണ്ടർബെല്ലി സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഹൈപ്പർ എഡ്ജ് എന്ന് കൊടുത്തിട്ടുണ്ട്. കിക്കറില്ല, പലർക്കും പല വണ്ടിയിലും കിക്കറില്ല എന്നുള്ളതാണ് പരാതി. ഇത് SOHC 4 വാൽവ് ഓയിൽ കൂൾഡ് ആയിട്ടുള്ള ഒരു സിംഗിൾ സിലിണ്ടർ എൻജിനാണ്. വളരെ റിഫൈൻഡ് ആയിട്ടുള്ള, വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു എൻജിനാണ്. ഞാൻ ഇത് ഓടിച്ചപ്പോൾ എനിക്ക് ഒരു എൻജിനോട് പ്രണയം തോന്നി. 159.7 cc ആണ് ഇതിൻ്റെ ഒരു കപ്പാസിറ്റി വരുന്നത്. പിന്നെ ഇതിന് റൈഡിംഗ് മോഡ്സ് ഉണ്ട് കേട്ടോ, അർബൻ, റെയിൻ, സ്പോർട്ട്. റൈഡിംഗ് മോഡ്സ് ഒക്കെ മാറ്റി മാറ്റി ഉപയോഗിക്കുന്ന അനുസരിച്ച് ഇതിൻ്റെ ടോർക്കിലും പവർ ഫിഗേഴ്സിലൊക്കെ ചെറിയ ചെറിയ വേരിയേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അത് നമ്മൾ നേരത്തെ 204Vയുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേ സെറ്റപ്പ് തന്നെ, അത് ഞാനിത് ഓടിക്കുമ്പോൾ പറയാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു റിയർ ബ്രേക്ക് ലിവറും കാര്യങ്ങളൊക്കെ അതൊക്കെ നല്ലൊരു പ്രീമിയം ഫിനിഷിംഗ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു റബ്ബർ ബീഡിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ റൈഡർ ഫുഡ് ബാക്കിൽ ഒരു റബ്ബർ ബീഡിങ് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ഫോൾഡബിൾ ആണ്. ഇതിൻ്റെ അടിയിൽ മുട്ടറിച്ച് വീശുമ്പോൾ വരാനുള്ള സെറ്റപ്പൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈലൻസറിൻ്റെ ഡിസൈൻ വളരെ ചെറുതായിട്ട് ഇങ്ങനെ തുടങ്ങി വളരെ വലുതായിട്ട് പോകുന്ന ഒരു സൈലൻസറാണ്. പക്ഷേ ഒരുപാട് ലെങ്ത് ഒന്നുമില്ല, കുറച്ച് ഷോർട്ടർ ആക്കിയിട്ടുണ്ട്, പക്ഷേ വണ്ണം കൂട്ടിയിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇതിൻ്റെ ഒരു റിയർ ഫുഡ് ബാക്ക് വരുന്നത്. അതിൽ റബ്ബർ ബീഡിങ്ങും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള മോണോ ഷോക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിനൊരു റെഡ് കളറാണ്. അത് വണ്ടിയുടെ ആ ഒരു സ്പോർട്ടിനെസ്സിനെ
ലുക്കിനെ എന്താ പറയുക കുറച്ചുകൂടെ എടുത്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ എഞ്ചിൻ്റെ ഒരു ഹെഡിൻ്റെ ഭാഗത്തും നോക്കിയാൽ കാണാം, കുനിഞ്ഞ് നോക്കിയാൽ കാണാം റെഡ് കളർ. ടി വി എസ് അപ്പാച്ചെ സീരീസ് മിക്ക വണ്ടികൾക്ക് അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. ബ്ലാക്കും റെഡും കോമ്പിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു സ്പോർട്സ് സംഭവത്തെ എന്താ പറയുക ഡിനോട്ട് ചെയ്യുന്ന തരത്തിലാണല്ലോ. ബാക്കിലോട്ട് വരുമ്പം ഡ്രം ബ്രേക്കാണ്. ഈ ഒരു ബ്ലാക്ക് എഡീഷൻ വേരിയൻറ്റിൽ റിയർ ഡിസ്ക് കൊടുത്തിട്ടില്ല. പിന്നെ ഇവിടെ ഒരു ഹഗ്ഗർ കൊടുത്തിട്ടുണ്ട്, ടയർ ഹഗ്ഗർ. പിന്നെ ഇതിലിപ്പം വരുന്ന സ്റ്റോക്ക് ടയർ 110, 80, 17 നമുക്ക് വേണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇതൊരു വണ്ണം കുറഞ്ഞൊരു ടയറായിട്ടാണ് ഈ ഇത്രയും വലിയൊരു വണ്ടിയിൽ കുറച്ചുകൂടെ ബിഗ്ഗർ സൈസ് ടയർ കൊടുക്കാമായിരുന്നു. പക്ഷേ നമുക്ക് ഫ്യൂച്ചറിൽ ഇത് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെയാണ് ഇതിൻ്റെ റിയർ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ വരുന്നത്. അതും ഹാലജനാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ രണ്ട് സൈഡിലായിട്ട് നമുക്ക് 2 റിഫ്ലക്റ്റേഴ്സ് കാണാൻ സാധിക്കുന്നുണ്ട്. തൊട്ട് താഴെയാണ് നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൻ്റെ അടിയിൽ ഒരു റിഫ്ലക്ടർ കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ടെയിൽ ലൈറ്റും അതുപോലെ ബ്രേക്ക് ലൈറ്റ് സെറ്റപ്പും വരുന്നത്. ഇവിടെ ആയിട്ടും കാണാൻ നല്ല രസമുണ്ട്. അത് LED ആണ് കേട്ടോ. ഇതിൻ്റെ അടിയിലായിട്ടാണ് നമ്മുടെ കീ വരുന്നത്. സീറ്റ് ഓപ്പൺ ചെയ്യുന്നത് ഇവിടെ ഇട്ടിട്ടാണ് അതിൻ്റെ സീറ്റ് തുറക്കുന്നത്. മറ്റേ വണ്ടിയുടെയൊക്കെ സൈഡിലായിരുന്നു. പിന്നെ ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോഴത്തേക്കും സാരി ഗാർഡും കാര്യങ്ങളൊക്കെ കാണാം. ഓപ്പൺ ചെയിനും സെറ്റപ്പൊക്കെയാണ് വരുന്നത്. പിന്നെ RTFI എന്നുള്ളൊരു സ്റ്റിക്കർ ഇപ്പുറത്തെ സൈഡിൽ കാണാം. ഒരു ചെറിയൊരു ബാഡ്ജിങ് RTFI, അതായത് റേസ് ട്യൂൺഡ് ഫ്യൂവൽ ഇഞ്ചക്ഷൻ എന്ന് സൂചിപ്പിക്കുന്നതാണ് ആ ഒരു ചെറിയൊരു സ്റ്റിക്കറും കാര്യങ്ങളും. ഇതൊരു 5 സ്പീഡ് ഗിയർ ബോക്സ് സെറ്റപ്പ് ഉള്ള ഒരു വാഹനമാണ്. ഫസ്റ്റ് താഴത്തോട്ടും ബാക്കിയെല്ലാം മുകളിലോട്ടും. പിന്നെ സീറ്റിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴത്തേക്കും വളരെ കംഫർട്ട് വരുന്ന ഒരു കിടിലൻ സീറ്റാണ് ഇത്. സ്പ്ലിറ്റ് സീറ്റൊന്നുമല്ല, ഒറ്റ സീറ്റാണ്, കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു കാർബൺ ഫൈബർ ഫിനിഷിങ് 2 സൈഡിലും കൊടുത്തിട്ടുണ്ട്. കാർബൺ ഫൈബർ ഒന്നുമല്ല, കാർബൺ ഫൈബറിൻ്റെ ആ ഒരു ഫിനിഷിംഗ് ആണ്. പക്ഷെ അത് കുറച്ചുകൂടെ എന്താ പറയുക ഇതിൻ്റെ ലുക്കിനെ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. കുറച്ചുകൂടെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഒരു സീറ്റിൻ്റെ ഭാഗത്തോട് കുറച്ചുകൂടെ ഒരു പ്രീമിയം സെറ്റപ്പൊക്കെ ഫീൽ ചെയ്യുന്ന തരത്തിലായിട്ട് ആ ഒരു ഡിസൈൻ അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റാണ് കേട്ടോ. 800 mm ആണ് ഇതിൻ്റെ ഒരു സീറ്റ് ഹൈറ്റ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം എല്ലാത്തരം ആൾക്കാർക്കും പൊക്കമുള്ളവർക്കും കുറഞ്ഞവർക്കൊക്കെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. കയറാനും ഇറങ്ങാനൊക്കെ പറ്റും. നല്ല യാത്രാസുഖമുണ്ട്. ഞാൻ കുറേ നേരം ഓടിച്ചു നോക്കി. ഇതാണ് ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ആ ഒരു ബാക്കിലെ ഗ്രാബ് റെയിൽ. ഇത് കാണുമ്പോൾ എനിക്ക് വവ്വാലിനെ ഓർമ്മ വരുന്ന തനി വവ്വാലിൻ്റെ ഒരു ഷേപ്പ് പോലെയാണ്. വലിയ എന്താ പറയുക വൃത്തികേടും അല്ല, എന്നാൽ ഒരുപാട് ഇങ്ങനെ എക്സ്പോസ്ഡ് ആയിട്ടൊന്നുമല്ല. നല്ല ഒതുക്കത്തിൽ തന്നെ നല്ല ആ വണ്ടിയുടെ ഷേപ്പിനൊത്ത് തന്നെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വെൽ ക്രാഫ്റ്റഡ് ഗ്രാബ് റെയിലാണ്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ടാങ്ക് കാണാം. ടാങ്കിൻ്റെ ഇവിടെ ഒരു 3D ചെറിയൊരു ലോഗോ കൊടുത്തിട്ടുണ്ട്. RTR 160 എന്നതിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വേറെ സ്റ്റിക്കറൊന്നും പൊക്കത്തൊന്നുമില്ല. 12 ലിറ്ററിൻ്റെ ടാങ്കാണ് ഇതിന് വരുന്നത്. ഇതിൻ്റെ ഒരു മൈലേജൊക്കെ കമ്പനി ക്ലെയിം ചെയ്യുന്നത് ഒരു 45 to 50 ഒക്കെയാണ്. സിറ്റി യൂസിലൊക്കെ മാന്യമായ ഒരു മൈലേജ് 45 to 50 ഒക്കെ ഈ വണ്ടിക്ക് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. അപ്പോൾ അത്യാവശ്യം മൈലേജും പവറും ലുക്കും തരുന്ന ഒരു വണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ മിററിൽ ഈ ഒരു കാർബൺ ഫൈബർ ഫിനിഷിംഗ് ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ കാണാം, പിന്നെ ഇതിൻ്റെ തൊട്ട് താഴെ കാണാം. ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ ചുറ്റും നടന്ന് നമ്മളിങ്ങനെ വോക്ക് അറൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളും. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് ചെറിയൊരു വെൻറ്റ് പോലെ കൊടുത്തിട്ടുണ്ട് കാറ്റൊക്കെ കയറാൻ വേണ്ടി. ഇതാണ് അതിൻ്റെ ഒരു ഓയിൽ കൂൾഡിൻ്റെ സെറ്റപ്പ് വരുന്നത്. ആ ഒരു റേഡിയേറ്റർ പോലെ തന്നെ ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ കൂടെയാണ് ഓയിൽ കയറി കൂളായിട്ട് എഞ്ചിനുള്ളിലോട്ട് റിട്ടേൺ പോകുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ഓയിലിനെ തണുപ്പിക്കുന്നത്. റേഡിയേറ്റർ അല്ലാണ്ടുള്ള ഒരു മറ്റൊരു സെറ്റപ്പാണ് ഓയിൽ കൂൾ സെറ്റപ്പ്. നിങ്ങൾക്കിതൊക്കെ അറിയാനാണ്, പിന്നെ ഞാൻ ഒന്നുകൂടെ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ സ്വിച്ചസിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഇവിടെയാണ് ഇതിൻ്റെ ഓൺ ഓഫ്, അതായത് എഞ്ചിൻ കിൽ സ്വിച്ച്. പിന്നെ ഇവിടെ ഒരു മോഡ് സ്വിച്ച് ഉണ്ട്. ഇത് ഹെഡ്ലൈറ്റ് ഓൺ ആക്കാൻ ഓഫ് ആക്കാൻ ഒരു ഡെഡിക്കേറ്റഡ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അല്ലാത്ത വശം DRL ഓണായി കിടക്കും. ഇതിട്ടാലേ ഹെഡ്ലൈറ്റ് ഓൺ ആകത്തുള്ളൂ. ഇതിൻ്റെ സ്റ്റാർട്ടാക്കുന്ന നോർമൽ സ്റ്റാർട്ടർ സ്വിച്ച്. ഇവിടെ ഡിമ്മും ബ്രൈറ്റും, പാസ്, ഇൻഡിക്കേറ്റർ, ഹോൺ ഇതാണ് കേട്ടോ. നല്ലൊരു ഹോണാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഓറഞ്ച് തീമിലുള്ള ഒരു മീറ്റർ കൺസോളും കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് അധികം ആഡംബരമൊന്നുമില്ല. എൻ്റെ സ്പെഷ്യൽ എഡീഷനിലൊക്കെ സ്മാർട്ട് എക്സ് കണക്ടിവിറ്റി ഒക്കെ ഉണ്ട്. ഇതിൽ പ്രത്യേകിച്ച് ആഡംബരങ്ങളൊന്നുമില്ല. ABSൻ്റെ വാണിംഗ് കാണിക്കുന്നുണ്ട്, ടൈം കാണിക്കുന്നുണ്ട്, ഫ്യൂൽ ഗേജ് കാണിക്കുന്നുണ്ട്, മോഡ്സ് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കിലോമീറ്റർ, RPM, പിന്നെ എന്തേലും ഓഡോമീറ്റർ കാര്യങ്ങൾ. വളരെ നോർമലായിട്ടുള്ള ഒരു മീറ്റർ കൺസോളാണ്. ഇവിടെ മോഡ് സ്വിച്ച് ഉണ്ട്, ഇവിടെ സെറ്റ് സ്വിച്ച് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു RPM ലിമിറ്റ് കാണിക്കാൻ വേണ്ടി ഒരു ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ബ്ലിങ്ക് ആണ്, ഹൈ റവിൽ അത് ബ്ലിങ്ക് ആവും. പിന്നെ മോഡ് മാറ്റാൻ വേണ്ടി ഇവിടെ പ്രസ് ചെയ്ത് റെയിന്, അർബൻ, സ്പോട്ട് എന്ന മോഡുകൾ മാറാൻ സാധിക്കും. മോഡുകൾ മാറ്റുമ്പോൾ ഇപ്പോൾ റണ്ണിങ്ങിലാണ് മോഡുകൾ നിങ്ങൾ മാറ്റുന്നതെന്നുണ്ടെങ്കിൽ ത്രോട്ടിൽ ക്ലോസ് ചെയ്തിട്ട് വേണം മാറ്റാൻ. ഇങ്ങനെ കൈ കൊടുത്തുകൊണ്ട് മോഡുകൾ മാറത്തില്ല. അപ്പോൾ ഇവിടെ ക്ലോസ് ത്രോട്ടിൽ നിന്ന് കാണിക്കും. ത്രോട്ടിൽ ക്ലോസ് ആക്കിയിട്ട് ത്രോട്ടിൽ നിന്ന് കൈ എടുത്താലേ മോഡ് മാറത്തുള്ളൂ. അത് നേരത്തെ നമ്മൾ 200 വീഡിയോ ചെയ്തപ്പോഴും കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഇതിൽ കാണിക്കുന്നില്ല, ന്യൂട്രൻ്റെ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഞാൻ എന്താണെങ്കിലും ഇതൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സൗണ്ട് ഒന്ന് നിങ്ങളെ കേൾപ്പിക്കാം. ഇതിൻ്റെ ഒരു ഐഡിയൽ സൗണ്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. ഇതാണ് ഇതിൻ്റെ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള ഇതിൻ്റെ ഒരു സൗണ്ടും കാര്യങ്ങളൊക്കെ. നല്ല റിഫൈൻഡ് ആയിട്ടുള്ളൊരു വണ്ടിയാണ് കേട്ടോ. അധികം ഒച്ചയും ബഹളമൊന്നുമില്ല. ഓടിക്കുമ്പോഴും ആ ഒരു സ്മൂത്ത്നെസ്സും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും. ക്ലച്ചിൻ്റെ ഭാഗത്തായിക്കോട്ടെ, ഗിയർ ഷിഫ്റ്റിൻ്റെ ഭാഗത്തായിക്കോട്ടെ, ഇതിൻ്റെ ഒരു കംഫർട്ട്, ഇതിൻ്റെ സൗണ്ട് സിറ്റി യൂസിലൊക്കെ
എന്താ പറയുക നല്ല രീതിയിൽ നമുക്ക് നല്ല കംഫർട്ട് തരുന്ന വളരെ എന്താ പറയുക സിമ്പിളായിട്ട് അനായാസം ഉപയോഗിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്നൊരു വണ്ടിയാണ്. കുറച്ചുകൂടെ കൈ കൊടുത്ത് കേൾപ്പിക്കാം. വളരെ എന്താ പറയുക മാന്യമായിട്ടുള്ള ഒരു സൗണ്ടാണ്. പിന്നെ ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ഞാൻ പറഞ്ഞിട്ടില്ല, 180 ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയാണ്. 146 കിലോയോളം വെയിറ്റ് ഈ വണ്ടിക്ക് വരുന്നുണ്ട്. പക്ഷേ ഇത് ഓടിക്കുമ്പോൾ ഒന്നും വലിയ വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യത്തൊന്നുമില്ല. വലിയ വെയിറ്റ് ഒന്നുമില്ല, 146 കിലോ എന്ന് പറഞ്ഞാൽ അത്ര വലിയ ഭാരമൊന്നുമല്ല. വളരെ സിമ്പിളായിട്ടുള്ളൊരു വണ്ടിയാണ്. പിന്നെ ക്രാഷ് കാർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ എടുത്ത് പറഞ്ഞില്ല എന്നുള്ളൂ. അപ്പം നമുക്കിത് ജസ്റ്റ് ഒന്ന് റൈഡിയിട്ട് വരാം, ചുമ്മാ ഒന്ന് ഓടിച്ചൊക്കെ നോക്കാം. എന്നിട്ട് ഓടിച്ചുകൊണ്ട് ഞാൻ അതിൻ്റെ ഫീലും കാര്യങ്ങളൊക്കെ നിങ്ങളോടൊന്ന് പറയാം. സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് ഒക്കെ ഉണ്ട്, അതിൻ്റെ വാണിംഗ് ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ നമ്മുടെ RTR കുട്ടനെ, അത് നമ്മുടെ കറുത്ത RTR കുട്ടനെ റൈഡാൻ വേണ്ടി നമ്മൾ ട്രാക്കിലോട്ട് ഇറക്കി വെച്ചിരിക്കുകയാണ്. ട്രാക്കൊന്നുമല്ല, പാടത്തിൻ്റെ വരമ്പത്തൂടെ ഉള്ള റോഡാണ്. ഇത് കഴിഞ്ഞ് നമ്മൾ ഹൈവേയിലോട്ട് പോകും. അപ്പം എനിക്ക് RTR കൂട്ടൻ്റെ പുറത്ത് കയറിയിരിക്കുമ്പോൾ ഫ്ലാറ്റ് ഫുഡാണ് കേട്ടോ. എൻ്റെ കാലൊക്കെ നിലത്ത് മുട്ടുന്നുണ്ട്. നല്ലൊരു കംഫർട്ട്, നല്ല സുഖമൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാം പതുപതാന്നുള്ള ഫീലൊക്കെ. പിന്നെ വൈഡായിട്ടുള്ള ഹാൻഡിൽ ബാറാണ്. ഹാൻഡിലിനറ്റത്ത് വെയിറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വൈബ്രേഷൻ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല ഞാൻ ഇതുവരെ ഓടിച്ചപ്പോൾ. ഇനിയിപ്പോൾ ഓടിക്കുമ്പോൾ എന്തെങ്കിലും ഫീൽ ചെയ്യണമെങ്കിൽ അത് ഞാൻ പറയാം. പിന്നെ നല്ലൊരു റൈഡിങ് പൊസിഷനും കണ്ടോ, കൈ ഇങ്ങനെയാണ്, നല്ല സ്ട്രെയിറ്റ് ആയിട്ടാണ് വരുന്നത്. വളഞ്ഞുകൂടി ഇരിക്കേണ്ട, നമുക്ക് നല്ല സ്ട്രെയിറ്റ് ആയിട്ട്, അല്പം സ്പോർട്ടി ആയിട്ട്, എന്നാൽ ഒത്തിരി എന്താ പറയുക അനായാസപ്പെട്ടൊന്നും അല്ലാണ്ട് കുറച്ച് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളാണ്. ഇവിടുന്ന് നോക്കുമ്പോൾ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടോ. വൈഡായിട്ടുള്ളൊരു ഹാൻഡിലും കൊച്ചൊരു മീറ്റർ കൺസോളും പിന്നെ വളരെ മനോഹരമായിട്ടുള്ള 2 മിററും കാര്യങ്ങളും. ഇനി ഞാൻ അധികം ലാഗൊന്നും അടുപ്പിക്കുന്നില്ല, നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തെടുത്തുകൊണ്ട് പോവാം. ഇതിപ്പം കൈ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, ക്ലച്ച് വിട്ടാലും വണ്ടി പയ്യെ മൂവ് ആയിക്കോളും. അത്യാവശ്യം പവറും കാര്യങ്ങളൊക്കെ ഇനീഷ്യലി തന്നെ ഉണ്ട്. 14.73 ന്യൂട്ടൺ ഇതിൻ്റെ ഒരു ടോർക്ക് വരുന്നത്. 7500 RPM-ലാണ്. അതുപോലെ 17.55 PS പവർ 9250 RPM-ലും കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ പവറിലൊക്കെ വേരിയേഷൻ ഉണ്ടാവും. അതായത് അർബൻ, അതുപോലെ റെയിൻ സ്പോർട്ട് എന്നീ റൈഡിങ് മോഡുകളുണ്ടല്ലോ. ഈ മോഡ് ചേഞ്ച് ആകുന്നതനുസരിച്ചിട്ട് പവർ ഫിഗേഴ്സിലെല്ലാം ചേഞ്ചസ് ഉണ്ടാകും. ഇതിൻ്റെ ഒരു ടോപ്പ് പവർ, അതായത് ഇതിനെ അഴിച്ചു വിട്ടിട്ടുള്ള ഒരു പവർ കിട്ടുന്നത് സ്പോർട്സ് മോഡിലാണ്. ബാക്കി മോഡുകളിൽ വരുമ്പോഴത്തേക്കും റെയിൻ, അർബനിലൊക്കെ വരുമ്പോഴത്തേക്കും ABS-ൻ്റെ റെസ്പോൺസിലായിക്കോട്ടെ, പവറിൻ്റെ കാര്യത്തിലായിക്കോട്ടെ എല്ലാം വേരിയേഷൻ ഉണ്ടാവും. നമുക്ക് വണ്ടിക്ക് ഇല്ലാത്ത ഒരു പവർ, അമാനുഷികമായിട്ടുള്ള പവർ പെട്ടെന്ന് കിട്ടത്തൊന്നുമില്ല. വണ്ടിക്കുള്ള പവറൊക്കെ തന്നെ കിട്ടത്തുള്ളൂ. അതായത് ചില മോഡുകളിൽ, അതായത് അർബൻ റെയിൻ പോലുള്ള മോഡുകളിൽ പവറിനെ കുറച്ച് പിടിച്ച് വെക്കും. സ്പോർട്ടിലോട്ട് ഇടുമ്പോഴത്തേക്കും വണ്ടിക്ക് ആകെ മൊത്തമുള്ള പവറിലോട്ട് വണ്ടീനെ അങ്ങ് അഴിച്ചു വിടും. അല്ലാണ്ട് എക്സ്ട്രാ പവറൊന്നും പിടിച്ച് സ്വിച്ച് പിടിച്ച് സിനിമയിലൊക്കെ കാണുന്ന പോലെ മറ്റേ ധൂം സിനിമയിലൊക്കെ മറ്റേ നോസ് ഇടുന്ന പോലെ വണ്ടി പോകത്തൊന്നുമില്ല കേട്ടോ. വണ്ടിക്കുള്ള പവറൊക്കെ തന്നെ കിട്ടത്തുള്ളൂ. ഇന്നെന്താ ഭയങ്കര തിരക്കാണല്ലോ, ഫുൾ ആളും പേളൊക്കെ ആണല്ലോ. നല്ല ഹോൺ അടിച്ച് നോക്കാം. വണ്ടിയൊക്കെ മാറ്റുന്നുണ്ടോ നോക്കട്ടെ. ഒന്നുകൂടെ ഹോൺ അടിക്കണം. അവിടെ ഡ്രൈവർ ചേഞ്ച് ആകാൻ തോന്നും. വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പയ്യെ മാറ്റിയാൽ മതി. അവരെങ്ങനെ വണ്ടി എടുത്ത് മാറ്റിയിരിക്കുകയാണ്. നമുക്കും പയ്യെ ഇറങ്ങി പോവാം. വാ, ഇത് സ്ലോ റേസിനൊക്കെ പറ്റുന്ന വണ്ടി കേട്ടോ. ഞാൻ കാലൊന്നും കുത്തിയിട്ടില്ല കേട്ടോ. നല്ല ബോഡി ബാലൻസ് ഉണ്ട്. TVS-ൻ്റെ മിക്ക വണ്ടിയിലും അവരെടുത്ത് പറയുന്ന കാര്യമാണ് ബോഡി ബാലൻസ് ടെക്നോളജി. ഇത് കണ്ടോ, അത് വടി പോലെ നിൽക്കുന്നുണ്ട്. നമുക്ക് എങ്ങോട്ട് പോകണം? ലെഫ്റ്റ് തന്നെ പോയേക്കാം, ഇങ്ങനെ തിരിക്കാം. സന്ധി മയങ്ങുന്ന നേരമാണ് കേട്ടോ. RPM ലിമിറ്റ് ആകുമ്പോഴത്തേക്ക് ആ റെഡ് ലൈറ്റ് ബ്ലിങ്ക് ആകുന്നുണ്ടോ? 114 ഇതിന് കമ്പനി പറയുന്ന ഒരു ടോപ്പ് സ്പീഡ്. കമ്പനി അങ്ങനെ വല്ലതും പറയും, പക്ഷെ അതിൽ കൂടുതലൊക്കെ കയറും കേട്ടോ. കമ്പനിക്ക് എപ്പോഴും ഒരു ലിമിറ്റ് വെച്ചേ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതിന് 153 ഇതിൻ്റെ ഒരു ഓൺ റോഡ് ബ്ലാക്ക് എഡീഷൻ വരുന്നത്. ഈ 4Vക്ക്, ഇതിൻ്റെ 2Vക്ക് 141 വരുന്നത്. അപ്പോൾ അത്രയും വ്യത്യാസമുണ്ട്, ഒരു 10 രൂപ സംതിങ് വ്യത്യാസമുണ്ട് 2Vയും 4V ആയിട്ട്. പിന്നെ ആനയിടുമ്പോൾ വ്യത്യാസമുണ്ട് രണ്ട് വണ്ടിയും തമ്മിൽ ലുക്കിൽ. പലരും പറയുന്ന, എല്ലാവർക്കും പഴയ 2V എന്ന് പറയുന്നത് ഭയങ്കര ഒരു എന്താ പറയുക, ഒരു നൊസ്റ്റാൾജിക്, ഭയങ്കര ഇഷ്ടം 2Vയോടാണ് ഈ 4Vയെക്കാളും. കാരണം അപ്പാച്ചെ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൂടെ ആദ്യം വരുന്നത് ആ ഒരു 2Vയുടെ ഡിസൈനൊക്കെയാണ്. അതുകൊണ്ടായിരിക്കാം ഞാൻ കമൻറ്റ് ബോക്സിലൊക്കെ കണ്ടിട്ടുണ്ട് ഞങ്ങൾക്ക് ഇഷ്ടം 2V ആണ് 4Vയെക്കാളും എന്നൊക്കെ. പക്ഷേ ഈ വണ്ടിക്കും ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട്. അപ്പാച്ചെ സീരീസിന് തന്നെ ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട്.
RTR എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ റേസിംഗ് ത്രോട്ടിൽ റെസ്പോൺസ് എന്നാണ്. ഈ വണ്ടിയുടെ പരസ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതിലെല്ലാം മൊത്തം ട്രാക്കും റേസും പരിപാടികളൊക്കെ. എനിക്ക് മറക്കാൻ പറ്റാത്തൊരു പരസ്യമുണ്ട് കേട്ടോ അപ്പാച്ചയുടെ. വേറൊന്നുമല്ല, ഒരു പയ്യൻ നെറ്റിയിലൊരു മുറിവൊക്കെ ആയിട്ട് നിങ്ങളത് കണ്ടിട്ടുണ്ടായിരിക്കും. അയ്യോ, അതൊരു കിട്ടിലം പരസ്യമാണ്. ആ സൈക്കിൾ ചവിട്ടുന്നതും പിന്നെ ഫ്യൂച്ചറിൽ അവൻ ആ ട്രാക്കിൽ വണ്ടി ഓടിക്കുന്നതും അപ്പോൾ ആ ചെറുപ്പകാലവും ആ ഫ്യൂച്ചറും ഇങ്ങനെ മാറി മാറി കാണിക്കുന്നത്, അതൊക്കെ ഒരു കിട്ടുക്കനാടായിരുന്നു അന്നത്തെ കാലത്തെ. അതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് പല വണ്ടികളോടും ഭ്രാന്ത് തോന്നുന്നത്, അതിൻ്റെ ആടും പരിപാടികളൊക്കെ കാണുമ്പോഴാണ്. കാരണം പരസ്യങ്ങളിലൂടെ നമുക്ക് പല വണ്ടികളോടും എൻ്റെ ഒരു വല്ലാത്തൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ട്. ഇത് ഓടിക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര സ്മൂത്ത്നെസ് ആണ് കേട്ടോ ഈ വണ്ടി ഓടിക്കുമ്പം. ഭയങ്കര എന്താ പറയുക, ഒരു കൂളായിട്ട്, എന്താ അധികം ഒച്ചയും ബഹളമൊന്നുമില്ല, അധികം വൈബ്രേഷനോ അല്ലെങ്കിൽ എന്താ പറയുക ചാട്ടോ പെടപ്പൊന്നുമില്ല. നല്ലൊരു സുഖിച്ചിരുന്ന് അങ്ങ് പോകുന്ന തരത്തിലുള്ള ഒരു ഫീല് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് മാരകമായ റിഫൈൻമെൻ്റ് എന്നല്ല, പക്ഷെ ഒരു 160 ഈ ഒരു സെക്ഷനിൽ വരുന്ന അല്ലെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന എൻജിൻ വെച്ച് നോക്കുമ്പോഴത്തേക്കും ആ ഒരു നല്ലൊരു റിഫൈൻമെൻറ്റ് ഈ ഒരു വണ്ടിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ യമഹയുടെ FC ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അത്രയ്ക്കും അങ്ങോട്ട് റിഫൈൻഡ് ആണെന്നൊന്നുമല്ല, പക്ഷേ വേറൊരു തരത്തിലുള്ള ഒരു റിഫൈൻമെൻറ്റ്, ഒരു പവറും ഒരു റിഫൈൻമെൻറ്റും കൂടെ കൂടിയ ഒരു സാധനം. എന്ന് വെച്ചാൽ കൈ കൊടുക്കുമ്പോൾ ഒരു പവറിൻ്റെ ഒരു ഫീൽ കിട്ടുന്നുമുണ്ട്, എന്നാൽ അധികം വൈബ്രേഷനും കാര്യങ്ങളൊന്നുമില്ല. നല്ല ഇരിക്കാൻ സുഖമുണ്ട്, ഓടിക്കാൻ സുഖമുണ്ട്. അങ്ങനത്തെ എല്ലാം കൂടെ കൂട്ടിയിണക്കിയുള്ള ഒരു റിഫൈൻമെൻറ്റ് സുഖം. റോഡ് തീർന്നു പോയല്ലോ, ഇനി അങ്ങോട്ട് പോകും. നമുക്കെന്നാൽ മെയിൻ റോഡിൽ കൂടെ ഒരു അംഗം വെട്ടിയിട്ട് വരാം. ക്ലച്ച് ഇതിന് സ്ലിപ്പർ ക്ലച്ച് ഇല്ല അറിഞ്ഞിടത്തോളം. 200 തൊട്ടേ ഉള്ളൂ. ഇത് 160 സീരീസിൽ സ്ലിപ്പർ ക്ലച്ച് വരുന്നില്ല എന്നാണ്. ഈ വണ്ടിക്ക് എന്താണെങ്കിലും ഇല്ല, പക്ഷേ ഇതിൽ സ്ലിപ്പർ ക്ലച്ച് ഉണ്ട് എന്നാണ് തോന്നത്തുള്ളൂ. കാരണം അത്രയ്ക്കും സോഫ്റ്റാണ് ഇതിൻ്റെ ഒരു ക്ലച്ചും കാര്യങ്ങളൊക്കെ. ഒരു വിരലുകൊണ്ടാണെങ്കിലും പിടിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഡൗൺ ഷിഫ്റ്റും അപ്പ് ഷിഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ നമുക്കങ്ങനെ വീല് ലോക്കാകുന്ന പോലെ കടിച്ചു പിടിക്കുന്ന പോലെ ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ ഇങ്ങോട്ട് ഓടിച്ചുകൊണ്ട് വന്ന സമയത്താണെങ്കിലും ഒരു ഹൈ സ്പീഡിൽ വന്നിട്ട് പെട്ടെന്ന് ഡൗൺ ഷിഫ്റ്റൊക്കെ ചെയ്ത് നോക്കി, പക്ഷേ എനിക്ക് ആ ഒരു സ്ലിപ്പർ ക്ലച്ച് ഇല്ലായ്മയൊന്നും ഇതിൽ ഫീൽ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. ഇൻഡിക്കേറ്റർ ഇട്ടേക്കാം. സിറ്റിയിൽ ഇത് ഉപയോഗിക്കാൻ നല്ലൊരു വണ്ടി, ഒരു ഫാമിലിക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടി. കാരണം പുറകിലെ സീറ്റൊക്കെ ഫ്ലാറ്റ് ആയതുകൊണ്ട് കയറാനും ഇറങ്ങാനും ഒക്കെ എളുപ്പമുണ്ടല്ലോ, ഈസി ആയിട്ട് കയറാം. നല്ല യാത്രാസുഖം, ഒരു ലോങ് ഡ്രൈവിനൊക്കെ പറ്റുന്ന തരത്തിലുള്ളൊരു വണ്ടിയാണ്. TVS തന്നെ വണ്ടിയാണല്ലോ, ജൂപ്പിറ്റർ 125. ജസ്റ്റ് ഒന്ന് കൈ കൊടുത്ത് നോക്കാം. ഇനീഷ്യൽ റെസ്പോൺസ് ഉണ്ട് കേട്ടോ. കൈ കൊടുക്കുമ്പോഴത്തേക്കും പവറൊക്കെ നല്ലതായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ആ ചാട്ടമൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു ചെറിയൊരു വലിച്ചെടുക്കുന്ന ഒരു ഫീലൊക്കെ ഉണ്ടല്ലോ, ആ സാധനമൊക്കെ ഇത് തരുന്നുണ്ട് കേട്ടോ. ചെറുതല്ല, അത്യാവശ്യം നന്നായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ വണ്ടി സ്പോർട്ട് മോഡിലാണ്. നമുക്ക് മോഡൊന്ന് മാറ്റി നോക്കാം. ഇപ്പോൾ റെയിനിലാണ്. റെയിനിലാകുമ്പോഴത്തേക്ക് ഒരു ലാഗ്, അതായത് ആ സ്പോട്ട് ഇട്ടപ്പോൾ ഒരു ഇനീഷ്യൽ ഒരു പമ്പ് കിട്ടിയല്ല, ആ ഒരു ഇത് കിട്ടുന്നില്ല. റെയിനിലൊരു ലാഗ് ഉണ്ട് കണ്ടോ, ഫുള്ള് ത്രോട്ടിൽ പിരിച്ച് പിടിച്ചേക്കുക. ഇനിയിപ്പോൾ അർബനിലിട്ട് നോക്കാം. അർബനിലും അതെ, ആ ഒരു ലാഗ് ഫീൽ ചെയ്യാം. നമുക്ക് സ്പോട്ടിലിട്ടൊന്ന് കൊടുത്ത് നോക്കാവേ. കണ്ടോ ഒരു ചാട്ടം, ഒരു ശരിക്കും കുതിരയാടുന്നല്ലോ ഒരു ചാട്ടം ഉണ്ടോ. ശരിക്കും സ്പോട്ട് ഇടുമ്പോൾ ആ ഒരു ചാട്ടം ഉണ്ട്, ഫുള്ള് ഓപ്പൺ ആകുന്നതാണ്. അതായത് ആ ഒരു 160യുടെ ഫുൾ പവറും ഈ ഒരു വണ്ടിയിൽ കിട്ടുന്നുണ്ട് കേട്ടോ. ഒരു 160 cc വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ആ ഒരു 160ൻ്റെ ഫീലും തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആ 160ൻ്റെ ഫീലും ഇതിൽ തോന്നുന്നുണ്ട്. ഓവർടേക്കിങ്ങിനൊക്കെ അടിപൊളിയാണ്. ഇത് ക്ലച്ച് കണ്ടോ, അത് ഇങ്ങനെ തലോടി വിട്ടാൽ മതി. ഡൗൺ ഷിഫ്റ്റ് ചെയ്തു, അപ്പ് ഷിഫ്റ്റ് ചെയ്തു. സ്ലിപ്പർ ക്ലച്ച് ഇല്ലാന്നൊന്നും ഒരു ഫീലേ തോന്നുന്നില്ല. 5 ഗിയർ ഉള്ളെന്ന് പലരും പറയാറുണ്ട്. ഇതിനെന്തുകൊണ്ട് 6 ഗിയർ കൊടുത്തിട്ടില്ല അപ്പാച്ചെ സീരീസുകൾക്കൊക്കെ എന്ന്. പക്ഷേ ഇത് 5 ഗിയറിൽ തന്നെ തുമ്പി കൊള്ളുന്ന പോലെ പോകുന്നുണ്ട്. 5 ഗിയർ തന്നെ മതി. എന്തിനാ അധികം ഗിയർ? ഈ സിറ്റിയിലൊക്കെ പോയിട്ട് ചറവറാന്ന് മാറാനോ? ഓവർടേക്കിങ്ങിനൊക്കെ നല്ലൊരു കോൺഫിഡൻസ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ചെറിയ സ്പീഡിൽ ടോപ്പ് ഗിയറുകളിൽ പോകാൻ പറ്റുമോ, അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ മിക്ക വണ്ടികളിലും എനിക്ക് അറിയേണ്ട ഒരു കാര്യം. നോക്കട്ടെ, ഒരു 30-35 അല്ലെങ്കിൽ ഒരു 40 ചെയിൻ നോക്കിങ് ഇല്ലാണ്ട് 28 പോകുന്നത് വണ്ടി. ഇപ്പോൾ പോകുന്നത് 5th ഗിയറിലാട്ടോ, സ്പോർട്ട് മോഡിലാണ്. സുഖമായിട്ട്, അതായത് ടോപ്പ് ഗിയറിൽ ഒരു 30-35-40 സുഖമായിട്ട് സിറ്റി കൂടെ കൊണ്ടുനടക്കാൻ പറ്റും കേട്ടോ വണ്ടി. ചെയിൻ നോക്കിങ്ങോ അധികം ഇങ്ങനെ അടിപ്പോ ലാഭം ഒന്നും ഇല്ലാണ്ട്. ഫ്രണ്ട് ബ്രേക്കിൻ്റെ റെസ്പോൺസ് എങ്ങനെയുണ്ടോ നോക്കിയില്ല. ABS വർക്കിംഗ് വെൽ, പിടിച്ചെടുത്ത് നിൽക്കുന്നുണ്ട്.
ബാക്ക് ബ്രേക്ക് ഡ്രം ആയതുകൊണ്ട് സ്വാഭാവികം ആസ് യൂഷ്വൽ പഴം പുഴുങ്ങിയ ഫീൽ എല്ലാ ബാക്ക് ബ്രേക്കും ഡ്രം ബാക്ക് ബ്രേക്കും തരുന്ന അതേ ഫീൽ തന്നെ. ഫ്രണ്ട് ബ്രേക്ക് കുത്തി കുത്തി പോകാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. കുത്തി പൊളഞ്ഞ് പോകാൻ പറ്റുമോ, മൂട്ടിക്കൊണ്ടേ കുത്തിയിട്ട് പെടുത്താൻ പറ്റുമോ, അതൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. നല്ല കോൺഫിഡൻസ്. ഹെഡ്ലൈറ്റ് ഇട്ടിട്ടില്ല കേട്ടോ, ഹെഡ്ലൈറ്റ് ഇപ്പോഴാണ് ഇട്ടത്. ഘട്ടമുണ്ട്, ഘട്ടം തെളിയുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ല ഫ്ലിക്കബിലിറ്റി ഉണ്ട് കേട്ടോ വണ്ടിക്ക്. അതായത് ചെറിയ ഗ്യാപ്പിൽ കൂടെ ആണെങ്കിലും നമുക്ക് ഇങ്ങനെ പൊളഞ്ഞ് റാഷ് ഡ്രൈവിംഗ് എന്നൊക്കെ പറഞ്ഞ് ഇനി കമൻറ്റ് വരുവോടെ. ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത് കേട്ടോ, ചുമ്മാ പെടുത്തൊന്നുമല്ല. ഇതിലൊരു ഊട് വഴിയുണ്ടേ, നമുക്കിതിലെ കയറിപ്പോവാം. ഇവിടുന്ന് വണ്ടി ചിലപ്പോൾ ഇറങ്ങി വരാൻ ചാൻസ് ഉണ്ട്. എല്ലാ ടെറൈനും നമ്മൾ പരീക്ഷിക്കണമല്ലോ. നാരോ റോഡുകൾ, കയറ്റം. ചേട്ടാ ഇച്ചിരി വഴി ഇതിൽ കയറിയൊക്കെ പോവും, റിസ്ക് എടുക്കുന്നില്ല. കയറി കാല ഉരഞ്ഞത് കേട്ടോ, വണ്ടിയല്ല കേട്ടോ. ഷൂസ് കീറിപ്പോയി തോന്നുന്നു. കയറ്റത്തേലൊക്കെ എങ്ങനെയുണ്ടോ നോക്കട്ടെ. എൻ്റെ ദൈവം, ഇത് ഓടും കുതിര ചാടും കുതിര പറക്കും കുതിര എന്ന് പറഞ്ഞാൽ പറക്കുന്നുണ്ട് കേട്ടോ സാധനം. നൈസ് സാധനം. ഒരു ബൈക്ക് ഓടിക്കുന്ന ഫീലൊന്നുമല്ല കേട്ടോ, വളരെ സിമ്പിളായിട്ട് ഒരു സൈക്കിൾ ഓടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഫീലാണ് ഈ സാധനം തരുന്നത്. ഭയങ്കര സ്മൂത്ത് കേട്ടോ. ബൈക്ക് ബ്രേക്കും കൊള്ളാം കേട്ടോ. ഞാൻ പഴം പുഴുങ്ങിയെന്ന് പറഞ്ഞാലും എനിക്ക് എന്താ പറയുക, ഭയങ്കര കടിച്ചു പിടിക്കുന്ന ബൈക്ക് ബ്രേക്ക് ഒന്നും ഇഷ്ടമല്ല. നൈസായിട്ട് നിൽക്കുന്ന ബൈക്ക് പെട്ടെന്ന് ബാക്കിൽ ABS ഇല്ലാത്ത സമയത്ത് ഈ ബാക്ക് ലോക്കായി കഴിയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ കടിച്ച് പിടിക്കുന്നൊന്നുമില്ല. എന്തുണ്ട് ബാക്ക് ഇപ്പം ചവിട്ടുന്നുണ്ടേ, ചവിട്ടുമ്പോൾ മയത്തിൽ അങ്ങോട്ട് ഇങ്ങനെ സ്ലോലി ബ്രേക്ക് അങ്ങ് അപ്ലൈ ആയി വരുന്ന ഒരു ഫീലാണ്. അല്ലാണ്ട് പെട്ടെന്ന് ഇങ്ങനെ സ്റ്റക്കാകുന്ന പോലത്തെ ഫീലൊന്നുമല്ല. എൻ്റെ CBRന് ABS ഒന്നുമില്ല, അപ്പോൾ അതിൻ്റെ റിയർ ബ്രേക്ക് ഇങ്ങനെ കടിക്കുന്ന പോലെ ഓക്കെയാണ്. സംടൈംസ് നമ്മൾ ഒറ്റ ചവിട്ടി ഓട്ടുമ്പോൾ ബാക്ക്, പിന്നെ എൻ്റെ ഫ്രണ്ടിൻ്റെ RC അതിന് ABS ഇല്ല, അത് എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. അത് റിയർ ബ്രേക്ക് എപ്പോഴും ഇങ്ങനെ കടിക്കും, ചിലപ്പം ബാക്കൊക്കെ പാളിപ്പോവും. പക്ഷേ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ഡ്രം ഓക്കെയാണ്. നമുക്ക് ഹൈ സ്പീഡിലൊക്കെ ഒന്ന് ബ്രേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ബാക്ക് ABS ഇല്ലെങ്കിലും ഒരു സ്കിഡ് ആകാണ്ട് നമുക്ക് വണ്ടി കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് പെടത്താനൊക്കെ പറ്റുമോ നോക്കട്ടെ. നല്ലൊരു വളവാണ്. അധികം പെടത്തിയൊന്നുമില്ല, നല്ല കോൺഫിഡൻസ് വരുന്നുണ്ട് വണ്ടി എല്ലാ കാര്യത്തിലും. പെടത്താൻ, വീശാൻ, പൊളയ്ക്കാൻ, ബ്രേക്കിങ്ങിൽ എല്ലാം കൊണ്ടും വർത്താണ് കേട്ടോ. വാല്യൂ ഫോർ മണി. ബ്രേക്ക് ഇത് കണ്ടോ. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ചുമ്മാ വണ്ടിയുടെ ചുറ്റും നടന്നിങ്ങനെ വോക്ക് അറൗണ്ട് പോലെ വീഡിയോ എടുക്കാതെ വണ്ടി ഓടിച്ചൊക്കെ കാണിക്കും. ഞങ്ങൾക്ക് അറിയേണ്ട വണ്ടിയുടെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. സസ്പെൻഷൻ അറിയണം, ബ്രേക്കിംഗ് അറിയണം, വണ്ടിയുടെ ഫ്ലിക്കബിലിറ്റി അറിയണം, കുറച്ച് ഇങ്ങനെ സിറ്റിയിലൊക്കെ ഓടിക്കാൻ പറ്റുന്നതാണോ എന്നൊക്കെ അറിയണം. അപ്പോൾ അങ്ങോട്ട് ഞാൻ ഒരു തീരുമാനം എടുത്തു. അപ്പോൾ നമുക്കങ്ങനെ വണ്ടി തരുന്ന ഷോറൂമുകളുണ്ട്. ചിലരൊന്നും അങ്ങനെ നമുക്ക് തന്നൊന്നും പെടുത്തൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വോക്ക് അറൗണ്ടൊക്കെ ചെയ്യാനൊക്കെ കാണത്തുള്ളൂ, കാരണം അവർ കൂടെ കാണും. അപ്പോൾ നമ്മൾക്ക് വണ്ടി തന്നു വിടുന്ന ഷോറൂമിൽ നമുക്ക് ആ ഒരു ഫ്രീഡം തരുന്ന ഷോറൂം ആയതുകൊണ്ട് നമുക്കിങ്ങനെ എന്താ പറയുക, നമുക്ക് നിങ്ങൾ ചോദിച്ച കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാൻ പറ്റും, ചെയ്ത് കാണിക്കാം, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്ത് എന്താ ബ്രേക്ക് പിടിച്ച് കാണിക്കാം, അല്ലെങ്കിൽ പെടുത്തി കാണിക്കാം. ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഫീലെന്ന് നമുക്ക് അത് ഓടിച്ച് തന്നെ കാണിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വണ്ടി തന്നത് കോട്ടയം TVS എന്നാണ്. ഞാൻ TVSൻ്റെ വണ്ടി റിവ്യൂ ചെയ്യാറും ഒരേ ഷോറൂമേ ഉള്ളൂ, അത് കോട്ടയം TVS ആണ്. അപ്പോൾ അവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ TVS സംബന്ധമായ കാര്യങ്ങൾ, വണ്ടി വാങ്ങാൻ, ടെസ്റ്റ് ഡ്രൈവ്, എല്ലാ വണ്ടിയും ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയും തന്നെ അവൈലബിൾ ആണ്. എല്ലാത്തിൻ്റെയും ടെസ്റ്റ് ഡ്രൈവ് വെഹിക്കിൾസും ഉണ്ട്. അപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാനും എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ നമുക്ക് ഷോറൂമിലോട്ട് ഡയറക്റ്റ് വരാം കേട്ടോ. കോട്ടയത്തുണ്ട്, ചങ്ങനാശ്ശേരിയിലുണ്ട്, പാലായിലുണ്ട്, ഈരാറ്റുപേട്ടയിലുണ്ട്. കോട്ടയം ജില്ലയെ അണ്ടർ കൺട്രോൾ എന്ന് പറഞ്ഞ പോലെയാണ്. ഇഷ്ടംപോലെ വണ്ടികൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അവരെ വിളിക്കാം, വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. എല്ലാ വണ്ടിയും ഉണ്ട് കേട്ടോ. അവരോട് ഒരു സ്പെഷ്യൽ താങ്ക്സ് എനിക്ക് എപ്പോഴും പറയാറുണ്ട് എല്ലാ വീഡിയോസിലും. കാരണം എൻ്റെ യൂട്യൂബ് ചാനൽ ചരിത്രത്തിൽ ആദ്യമായിട്ടൊരു വീഡിയോ ഒരു ഷോറൂമിൽ നിന്ന് എടുത്ത് ചെയ്യുന്നത് അപ്പാച്ചെ RTR 200 4Vയുടെ വീഡിയോ ആണ്. അതെനിക്ക് ഈ ഷോറൂമിൽ നിന്നാണ് തന്നത്. അപ്പോൾ അവരെനിക്കെന്നാ വണ്ടി തന്നില്ലെങ്കിൽ ചിലപ്പോൾ എന്താ പറയുക, ഈ ചാനലിൻ്റെ പരിപാടിയൊന്നും ഞാൻ തുടങ്ങത്തില്ലായിരിക്കും. എനിക്കങ്ങനെ വണ്ടിയൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല മറ്റു സ്ഥലത്തു നിന്നൊക്കെ. അപ്പോൾ ഞാൻ ആ ഒരു റിവ്യൂ വീഡിയോ പലരെയും കാണിച്ചിട്ടാണ് ഞാൻ പല ഷോറൂമിൽ നിന്നും പിന്നെ വണ്ടിയൊക്കെ വാങ്ങിച്ചിട്ടുള്ളത്. എനിക്ക് TVS നിന്ന് വണ്ടി വന്നായിരുന്നു, എനിക്ക് TVS നിന്ന് വണ്ടി വന്നു അങ്ങനെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതുപോലെ സപ്പോർട്ട് ചെയ്യുന്നൊരു ഷോറൂമാണ് കേട്ടോ. അതാ ഞാൻ അവരുടെ കാര്യം എപ്പോഴും എടുത്തെടുത്ത് പറയാറ്.
നല്ലൊരു ഫ്രണ്ട്ലി ലൈക്ക് ഫീലാണ്. എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ജീവസിൻ്റെ വണ്ടി എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രൊമോഷൻ ചെയ്യുന്നതല്ല കേട്ടോ. അങ്ങനെ സമയം രാത്രിയാകാറായി. അങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ച് പോയ വഴിയെ തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. നമ്മളെ ലൊക്കേഷനിലോട്ട് തന്നെ തിരിച്ചു പോവാണ്. നല്ല ബ്ലോക്കായി തുടങ്ങി. രാത്രിയാകാറായി. സമയം ഏകദേശം ഒരു 7 മണിയോളം അടുത്ത്. പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. ഞാൻ ഈ തിരക്കിൽ നിന്നങ്ങ് മാറിയിട്ട് പറയാം കേട്ടോ. കാര്യം വേറൊന്നുമല്ല, നമ്മുടെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടെന്ന്. അപ്പോൾ ഈ വീഡിയോ ഞാൻ എടുക്കുന്ന ദിവസം ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെള്ളിയാഴ്ചയാണ്. അപ്പോൾ നിങ്ങളൊരു വീഡിയോ കാണുന്ന സമയത്ത് ഞാൻ ഹോസ്പിറ്റലിലായിരിക്കും. എനിക്കൊരു സർജറി ഉണ്ട്. അതായത് ഇന്ന് വെള്ളി, നാളെ ശനി, 21-ാം തീയതി എനിക്കിപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും. അപ്പോൾ നിങ്ങൾ ഒന്ന് പ്രാർത്ഥിക്കണം. ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ സർജറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ എന്നാലും ചിലപ്പോൾ ഹോസ്പിറ്റലിൽ ചിലപ്പോൾ അഡ്മിറ്റ് ആയിരിക്കും, ഹെൽത്തൊക്കെ ഒന്ന് ഓക്കെ ആകാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് വീഡിയോസ് ഒന്നും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റാഞ്ഞതും പല പരിപാടികളെല്ലാം മുടങ്ങിപ്പോയതും. എനിക്ക് ഡെയിലി വ്ളോഗ് മറ്റേ സ്വിഗ്ഗിയുടെയൊക്കെ വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു, ഒന്നും നടന്നില്ല. അതെല്ലാം ഹെൽത്ത് ഇഷ്യൂ കാരണമാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ കൂടെ ഒരു പ്രാർത്ഥനയും കൂടെ ഉണ്ടാവണമെന്ന് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ്. കാരണം ഹെൽത്ത് ഓക്കെ അല്ലാത്തതുകൊണ്ട് ഒരു കാര്യവും നടക്കുന്നില്ല, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, എല്ലാം അവതാളത്തിലായി. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് എടുത്തിട്ട് പോകുന്നൊരു വീഡിയോ ആണ് കേട്ടോ ഈ ഒരു വീഡിയോ. പിന്നെ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കൈ കൊടുത്ത് നോക്കാം കേട്ടോ. ഇത് ടോപ്പ് എൻഡ് അടിക്കുമോ ഇല്ലയോ എന്ന് നോക്കാമല്ലോ. വരെയൊക്കെ അനായാസം കയറുന്നുണ്ട്. അത് കഴിയുമ്പോൾ RPM ലിമിറ്റ് അടിക്കുന്നുണ്ട്, അതിൽ കൂടുതൽ കയറും. നമ്മൾ അധികം അങ്ങോട്ട് കൊടുക്കുന്നില്ല, നൈസിന് പോകുന്നുള്ളൂ. കുറച്ച് നേരം കൂടെ കൊടുത്ത് പിടിച്ച് കഴിഞ്ഞാൽ ഈ റോഡ് എത്തുന്നതിന് മുമ്പ് എന്നാണെങ്കിലും വണ്ടി ഒരു 120 അടുത്തൊക്കെ അച്ചീവ് ചെയ്യും. 114 പറയുന്നതെങ്കിൽ അതിൽ കൂടുതലൊക്കെ കയറും. ഇതൊരു 2 കിലോമീറ്റർ ദൂരമുള്ള ഒരു ബൈപ്പാസ് റോഡാണ്. പക്ഷെ എന്നാലും ഒരു ഇനീഷ്യൽ ഒരു കൊടുപ്പിൽ പെട്ടെന്ന് ഒരു വണ്ടി 90 വരെയൊക്കെ പുട്ടുപോലെ കയറുന്നുണ്ട് കേട്ടോ. ഞാനത് ഒരു 4th ഗിയറിലിട്ടിട്ടാണ് കൊടുത്തത് കേട്ടോ. അത്യാവശ്യം നല്ല പവർ റെസ്പോൺസും കാര്യങ്ങളും. അതായത് ആ 160 ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ആ 160 cc എന്ന് പറയുന്നതിനോട് നീതി പുലർത്തുന്നുണ്ട്. ആ 160ൻ്റെ കംപ്ലീറ്റ് ഫീലും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റിവ്യൂ. ഒരുപാട് വലിച്ച് നീട്ടിയെന്ന് തോന്നുന്നു, എന്നാലും നിങ്ങൾ ക്ഷമിക്കുക. വേറെ ഒന്നും കൊണ്ടല്ല, ഞാനിങ്ങനെ സംസാരിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ട് ഇങ്ങനെ വാചാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നിടം വരെ ഒരുപാട് സ്നേഹം മാത്രം. ഇപ്പോൾ തരുന്ന സപ്പോർട്ടും സ്നേഹവും എല്ലാം വീണ്ടും തരിക കേട്ടോ. ടാറ്റാ.